ടൂറിസ്റ്റ് വിദ്യാർത്ഥികളാണെങ്കിൽ ഒരുപക്ഷെ ആ ചോദ്യം ഉണ്ടാവില്ല. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ചേർന്നു. അനുശ്രീ, ഇന്നിപ്പോൾ ഗവർണർ അവിടെ കോഴിക്കോട് എമ്പാടും യാത്ര നടത്തുകയാണ്. അത് SFIയോടുള്ള ഒരു നേർക്കുന്ന വെല്ലുവിളിയാണ് എന്ന് SFIക്ക് തോന്നുന്നുണ്ടോ അനുശ്രീ? അത് ഗവർണർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് SFIയോട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോടടക്കമുള്ള വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും ഒരു പ്രകോപനപരമായിട്ട് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളം ഉയർത്തിപ്പിടിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ആശയമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പോറലും ഉണ്ടാവരുത് എന്നാണ് SFI ആണെങ്കിലും കേരളത്തിനകത്തുള്ള ജനങ്ങളും പരമാവധി അതിനുവേണ്ടി ജാഗ്രത പുലർത്തും. എന്തിനാണ് പ്രൊവോക്കഡ് ആവുന്നത്? ഇപ്പോൾ ഗവർണർ അങ്ങോട്ടേക്ക് ഇറങ്ങി, ഇപ്പോൾ കോഴിക്കോടാണ്, സൗഹൃദങ്ങളുടെ നഗരമാണ്. അവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ അല്ലെങ്കിൽ ഗവർണറെ അല്ലെങ്കിൽ ആരാണെങ്കിലും ആര് വന്നാലും അവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹം വളരെ സുഗമമായി നടന്നു. വലിയ പോലീസ് സുരക്ഷയൊക്കെ ഒരുക്കി പോലീസ് ആൾക്കാരെ കണ്ടു. ഹലുവ കടയിൽ കയറി ഹലുവ മധുരമൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം അദ്ദേഹം മടങ്ങിപ്പോയി. ആരാണ് അതിൽ പ്രൊവോക്കഡ് ആവേണ്ടത് അനുശ്രീ? അദ്ദേഹമാണ് ബോധപൂർവം അങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്രമിക്കും എന്ന തരത്തിലേക്ക് ഒരു ചിത്രം അദ്ദേഹം സൃഷ്ടിക്കാൻ നോക്കുന്നത്. SFI ആണെങ്കിലും ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട് വളരെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ സംഘടിപ്പിക്കുള്ളൂ എന്ന് പറയുമ്പോഴൊക്കെയും അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രതിഷേധം SFIയുടെ സംസ്ഥാന